ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിപ്പിണ്ടി മുതിരയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ കഷ്ണം ഉണ്ണിപ്പിണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അരിഞ്ഞ് ചെറിയ ചെറിയ കഷ്ണമാക്കി എടുക്കാം. അപ്പോൾ ഉണ്ണിപ്പിണ്ടി ഇങ്ങനെ ആദ്യം വട്ടത്തിൽ അരിഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണമാക്കി അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് ആദ്യം വട്ടത്തിൽ അരിഞ്ഞേക്കാം. എരിഞ്ഞ് വെക്കുമ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലും കണ്ടോ നൂലോളുണ്ടാവും, അതിങ്ങനെ എടുത്ത് കളയണം. അപ്പം ഞാനിതിൻ്റെ നൂല് കളയാണ്. അപ്പോൾ നൂലൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതുപോലെ കണ്ടോ സെറ്റാക്കി വെച്ചിട്ട് ഇനി അരിയാൻ സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ വെക്കണം കേട്ടോ. ഇത് അരിഞ്ഞെടുക്കുകയാണ്. ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. അപ്പം ഇതേപോലെ എല്ലാം അരിഞ്ഞ് വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പം ഈ അരിഞ്ഞിട്ടുള്ള ഈ ഉണ്ണിപ്പിണ്ടി ഇല്ലേ, അത് ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇല്ലെങ്കിൽ കറുത്ത് പോകാൻ സാധ്യതയുണ്ട്, അതിൻ്റെ കളറ് പോവും. അപ്പോൾ അതിനടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിപ്പിണ്ടി അരിഞ്ഞിട്ട് ഇതുപോലെ പാത്രത്തിൽ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം മുതിര തലേദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള മുതിരയാണ്. ഞാൻ അതിന് കല്ലില്ലാണ്ട് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉണ്ണിപ്പിണ്ടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉണ്ണിപ്പിണ്ടി ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണില്ല. നമ്മളെ ഉണ്ണിപ്പിണ്ടി ആ വെള്ളത്തിൽ നിന്ന് അതിൽ നിന്ന് ഇട്ട് കൊടുക്കല്ലേ. അപ്പോൾ കണ്ടോ അങ്ങനെ കുറച്ച് വെള്ളം വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ആ വെള്ളം തന്നെ മതിയിട്ട് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് വെക്കുകയാണ്. ഒരു 3 വിസിൽ കഴിഞ്ഞാൽ നമുക്ക് കുക്കറിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പ്രഷർ പോയതിന് ശേഷം തുറന്നു നോക്കാം. അപ്പോൾ കുക്കർ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഞാൻ തുറന്നു നോക്കാണ്. ഉണ്ണിപ്പിണ്ടി മുതിരൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉള്ളി കാച്ചാൻ നോക്കാം. കണ്ടോ ഇതിലിപ്പോൾ വെള്ളത്തിൻ്റെ അംശം ഉണ്ട്. അപ്പോൾ ഉള്ളിയും മുളകും കാച്ചാൻ വേണ്ടിയിട്ട് ഞാൻ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ചുവന്നുള്ളി, വെളുത്തുള്ളി, അതുപോലെ തന്നെ വേപ്പില ഇതൊക്കെ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയും വേപ്പിലയും ഇട്ട് കൊടുക്കുകയാണ്. 7 ചുവന്നുള്ളി, 1 ഉണ്ട വെളുത്തുള്ളി, 1 തണ്ട് കറിവേപ്പിലയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാം. ഈ ഉള്ളിയും വെളുത്തുള്ളിയും മൂത്ത് വരുന്ന വരെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ചതച്ച മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കാം. ഈ മുളക് പൊടി മൂക്കുന്ന വരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ മുളക് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഞാൻ ഒരു പിടി നാളികേരം ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക്. എന്നിട്ട് ഇത് വീണ്ടും ഇളക്കി കൊടുക്കാം. നാളികേരത്തിൽ ഒരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവില്ലേ, അതൊന്ന് ജസ്റ്റ് ഒന്ന് പോയി കിട്ടണം. ആ 2 മിനിറ്റ് നാളികേരം ഇട്ടിട്ട് 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കുക്കറിൽ വേവിച്ചിട്ടുള്ള മുതിരയും ഉണ്ണിപ്പിണ്ടിയും ഇട്ട് കൊടുക്കാം. അപ്പം ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഉണ്ണിപ്പിണ്ടിയും മുതിര ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ പാകമല്ലേ നോക്കാം. ഇപ്പം ഞങ്ങളുടെ
ഉപ്പൊക്കെ പാകമാണ്. അഥവാ ഇനിയിപ്പോൾ ഉപ്പ് കുറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഈ ടൈമിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ മുതിരയും ഉണ്ണിപ്പിണ്ടിയും റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇതൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ട് കാണിച്ചു തരാം. അപ്പം മുതിരയും ഉണ്ണിപ്പിണ്ടിയും റെഡി ആയിട്ടുണ്ട്. ഉണ്ണിപ്പിണ്ടൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ അല്ല നിങ്ങൾ വെക്കണതെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് നോക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്കിതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.